ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരമുണ്ടേ ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ, അതുപോലെ നമ്മളിന്നൊരു കള്ളക്കടത്ത് ചെയ്യാൻ പോകണം. നമ്മുടെ ബസ്സിറ്റ് ലൈഫിലെ ആദ്യത്തെ കള്ളക്കടത്ത്, ആദ്യത്തെ ഉഡായിപ്പ് പണിയാണ് ഗൈസ് ഇന്ന്. അത് നമുക്ക് തന്നത് വേറെ ആരുമല്ല, ദ വൺ ആൻഡ് ഓൺലി നമ്മുടെ വർക്ക്ഷോപ്പ് ഓണർ ശശിയണ്ണനാണ്. അപ്പോൾ ശശിയണ്ണൻ്റെ ഗ്യാരേജിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഈ ഗ്യാരേജിൽ ശശിയണ്ണൻ്റെ ഒരു വുഡ് ലോഡ് ഏച്ചർ നമ്മുടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വുഡ് ലോഡ് എടുക്കാൻ പാകത്തിന് സെറ്റാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഏച്ചറും കൊണ്ട് നമ്മളിവിടെ നിന്ന് പോകണം. കുറച്ച് അപ്പുറത്താണ് നമ്മുടെ നമ്മുടെ ലോഡ് എടുക്കേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ. അന്നേരം നമ്മൾ അവിടെ പോയിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് പണിയുള്ളൂ. എന്നാലും സിറ്റി കൂടെയാണ് പോകേണ്ടത്. അപ്പം കുറച്ച് സ്കില്ലുള്ള ഡ്രൈവറിനെ വേണമെന്നുള്ളതുകൊണ്ട് ശശിയണ്ണൻ നമ്മളെ വിളിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് വണ്ടിയുടെ ഒരു ഫുള്ള് ലുക്ക് നോക്കിയേക്കാം. വണ്ടി ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയാണ്. അടിയിൽ മറ്റേ സുമോയുടെ ജെട്ടിക്കുള്ള വള്ളി പോലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഏതല്ലേ, കൊള്ളാം. അത്യാവശ്യം ലൈറ്റ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് വർക്ക് മീൻസ് അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ മറ്റേ ബ്രേക്ക് പിടിക്കുമ്പോഴൊക്കെ കത്തുന്ന ടൈപ്പ് ലൈറ്റ്, അതാണ്. മറ്റത്തിൽ ട്രാവൽസിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഗോഡീസ് ലവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് മെല്ലെ വണ്ടിയും എടുത്തിട്ട് പോയേക്കാം. ശശിയണ്ണൻ നമ്മളോട് ലോഡും കൊണ്ട് എത്തുമ്പോഴത്തേക്കും ശശിയണ്ണനോട് റീച്ച് ആവും. ശശിയണ്ണൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ്. അപ്പോൾ ലോഡ് പരമാവധി പോലീസിൻ്റെ കണ്ണിപ്പെടാതെ എത്തിച്ചിട്ട് വേണം നമുക്കിതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേണം നമുക്ക് പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ പരിപാടിക്ക് വന്നത് തന്നെ. അപ്പം അടുത്ത പ്രാവശ്യം നമ്മുടെ ട്രിപ്പിനൊക്കെ ഒരു മെയിനായിട്ടൊരു പെർമനൻറ്റ് കിളിയേയും കൂടെ നമ്മൾ വെക്കണം. ഇത് ശരിയാവത്തില്ല. പോലീസ് വന്ന സിഗ്നൽ പെട്ടെന്ന് തരാൻ ആൾ വേണ്ടേ. അപ്പോൾ ഇവിടെ എന്തോ ട്രാഫിക്കാണ് ആദ്യം തന്നെ. ഒരേ ടെമ്പോക്കാരന്നെ ഉണ്ടല്ലോ ഗൈസ്. ഒരുത്തം മണലെടുത്തുന്നുണ്ട് ഗൈസ്. ആംബുലൻസ് ഉണ്ട്. ഇതിലൊന്നും പോലീസ് ഉണ്ടാവില്ലേ. എൻ്റെ പ്രൈവറ്റ് ബസ് ഇങ്ങനെ ക്യൂ ആണെങ്കിലും നിരന്ന് നിൽക്കുന്നതാണ്. എന്താ രസമല്ലേ, കൊള്ളാം കിളി ഗൈസ്. ഇപ്പം നമുക്കിവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ. ഒരു 2-2.5 മണിക്കൂറത്തെ ഓട്ടം ഉണ്ട് ഒരു സൈഡിലേക്ക്. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സമയം 8-8:30 ആയിട്ടുണ്ട്. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 10:30-11 മണി ആ സമയമാവും. എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ലോഡ് എടുത്തിട്ട് നമ്മളൊരു 2 മണി 3 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും ഇവിടെ തിരിച്ചെത്തുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിവേഴ്സ് ക്യാമറയൊക്കെ നമ്മുടെ ശശിയണ്ണൻ ഇവിടെ പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശശിയണ്ണന് സ്വന്തമായിട്ടൊരു ഗ്യാരേജ് ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും വരത്തില്ല. എല്ലാം സ്വന്തമായിട്ടങ്ങ് ചെയ്യാമല്ലോ. അതാണ് ഇപ്പോൾ ഗ്യാരേജ് ഓണേഴ്സ് പവർ. ഏതല്ലേ നല്ല ട്രിപ്പ്. അപ്പോൾ ആദ്യമായിട്ടോട്ടെ ഞാൻ ഈച്ചർ ഓടിക്കുന്നത്. അത് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഏതാ സംഭവം കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഈ കള്ളത്തടിയൊക്കെ എടുത്തിട്ട് പോലീസ് കാണാതിരിക്കാൻ കുറച്ച് കാട്ടുവഴിയൊക്കെ കയറി വരുന്നൊരു കിടിലൻ മാസസാനല്ലേ. ഏതല്ലേ ഇത്രയും വലിയ റോഡിൽ കൂടെ നമ്മളെ വണ്ടി മാത്രം ഒറ്റയ്ക്ക്. ഞാൻ രാജാ. ഏതാ സീൻ സാധനം. അടിയിട്ട് നമ്മുടെ സുമോയുടെ ജെട്ടീൻ്റെ സാധനം പോലത്തെ ഇറങ്ങി ആടുന്നതാണ്. എന്താ രസമല്ലേ, കൊള്ളാം ഗൈസ്. അപ്പം നമ്മൾ ഈ ഭാഗത്ത് സൂക്ഷിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നല്ല വളവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ, അതൊന്ന്. പിന്നെ നമുക്കൊരു ടോളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല കുട്ടനായിട്ട് ടോളും കാര്യങ്ങളൊക്കെ കൊടുത്തേച്ചേ പോവുള്ളൂ. തിരിച്ച് വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കൈവിട്ട് കളിച്ച് നോക്കാം. പിന്നെ വണ്ടി തട്ടി പരിപ്പ് പപ്പടമായാലും നമ്മുടെ ലോഡിനൊന്നും പറ്റരുതെന്ന് മാത്രമേ ശശിയണ്ണൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വണ്ടി അവിടെ കൊണ്ട് കയറ്റിയാലും ശശിയണ്ണന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വണ്ടി നമ്മൾ സേഫാണ്. ഏതായാലും അപ്പം നമുക്കിത് ലൈഫ് ടൈം എഗ്രിമെൻ്റാണ്, അച്ചീവ്മെൻറ്റുമാണ്. ആദ്യമായിട്ട് നമുക്ക് കള്ളക്കടത്തിന് എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ശശിയണ്ണൻ നമുക്ക് റിവാർഡൊക്കെ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റിവാർഡും കൂടെ കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മളിനി ഒത്തിരിയായിട്ടങ്ങ് ചെയ്യും. അതാണ് ഇനി നമ്മുടെ ഇപ്പം എൻ്റെ ഒരു പ്ലാന്. അപ്പം നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ഉള്ളത് കൊണ്ടോളി ട്രാഫിക് മോഡാണ്. അപ്പം മിനിങ്ങാന്ന് ഞാനതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് നമ്മുടെ ഇന്ത്യൻ ട്രാഫിക് മോഡും കാര്യങ്ങളൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊണ്ടോളി ട്രാഫിക് മോഡും നമ്മുടെ ഇന്ത്യൻ ട്രാഫിക് മോഡും
കയറ്റാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഞാൻ കൊടുത്തേക്കാം. ഗൈസ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോളെത്താനായി തോന്നല്ലോ. ഇല്ല, എനിക്ക് സ്ഥലം മാറിപ്പോയതാണ്. ടോളൊന്നും എത്തിയില്ല. പ്രൈവറ്റ് വണ്ടിക്കാരൊക്കെ ഒരുമിച്ച് അവിടെ ചവിട്ടുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ടോളെത്താനായിരുന്നു. KSRTC ഒക്കെ പോകുന്നുണ്ടല്ലോ. ഇന്ത്യൻ ട്രാഫിക് മോഡ് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ കളറടക്കം മാറും കേട്ടോ. അതാ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ട്രാഫിക് മോഡ് ഇസ് വേറെ ലെവൽ. നമുക്ക് ഈ സൈഡിൽ കൂടെ എനിക്ക് അറിയാലോ. വേണ്ട, വണ്ടിക്ക് പുള്ളിങ് അഥവാ ഡീസൽ വണ്ടിയാണല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് വണ്ടി കയ്യിൽ എത്തുന്ന വരെ ലേശം ടാസ്ക്കാണ് കയറാൻ വേണ്ടിയിട്ട്. വണ്ടി കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സീനാണ്, രക്ഷയില്ല. സ്പീഡിൽ തന്നെ അങ്ങ് പോയേക്കാം. ഇപ്പം തന്നെ 100-102 നമ്മൾ പോണേ. KSRTC-കാരൻ വണ്ടി കയറാൻ നോക്കുന്നുണ്ട്. നമ്മളെ വിട്ട് കൊടുക്കുമോ? നമ്മളാരാ? അത് ശശിയാണ് ടോൺ ചെയ്ത വണ്ടി. കൊള്ളാം കേട്ടോ, എനിക്ക് വലുതാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഈ ഭാഗത്ത് ഇതുവരെ പോലീസൊന്നും വന്നില്ല ഗൈസ്. അതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ടോളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ആരും തട്ടാതെ എന്ന് പറഞ്ഞില്ല, അതിന് മുന്നേ എത്തി. നന്നാവാൻ സമ്മതിക്കില്ല ഗൈസുമായിരുന്നു. എന്ത് ചെയ്യാനെന്ന് നോക്കിയേ. നമ്മുടെ ആ കിടിലം വർക്കൊക്കെ ഉള്ള വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റ് റോബിനെ അവൻ എവിടെ നോക്കി കൊണ്ട് ബ്രേക്ക് ഔട്ട് ചെയ്യേ. നമുക്ക് പരാതി കൊടുക്കാം ഗൈസ് MVDക്ക്. അതാണ്ട് ഫ്രണ്ടിൽ വേറൊരു റോബിൻ നിൽക്കുന്നു. ഏതാടാ, നിനക്കൊന്നും പണിയില്ല, വേഗം പോടാ. ഇപ്പോൾ ഒന്നും പറയണ്ട, എന്തായാലും നമ്മൾ ലോഡ് എടുത്തിട്ട് വരട്ടെ. ആ വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവന് പണിയാൻ നമുക്ക് കൊടുക്കാം. ഏതാ റോബിനെ? എന്നാലും നീ എന്നോടത് വേണ്ടായിരുന്നു. എന്നോടത് ഒരിക്കലും വേണ്ടായിരുന്നു. എനിക്ക് പെരുത്ത് ഭസ്മം ഏതാണ്. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ടോളും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെ അങ്ങ് പോയേക്കാം. വെറുതെ അലമ്പൊക്കെ നിൽക്കണ്ട. കാരണം ഇപ്പം നമ്മൾ ടോള് കൊടുക്കാതെ ചാടിപ്പോയി കഴിഞ്ഞാൽ എന്തായാലും പോലീസ് അറിയും. നമ്മളെ തൂക്കും. നമ്മളെ തൂക്കിയാൽ നമ്മുടെ ഈ വണ്ടിയും തൂക്കും. വണ്ടി തൂക്കിയ ശശിയാണെന്ന് തൂക്കും. ശശിയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി സൂക്ഷിച്ച് വേണം തന്നെ പോകണം. കാരണം നമുക്ക് ടോപ്പ് ഡിസ്കൗണ്ടിലൊക്കെ വണ്ടി പണിയെടുത്ത് തരുന്ന ആളാണ്. അപ്പം പുള്ളിക്ക് വേണ്ടി എന്ത് റിസ്ക്കും നമ്മൾ എടുക്കും. ഏതാ അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞാൻ അത് പോയിട്ട് എൻ്റെ പിക്കടം ഗൈസ്. അപ്പോൾ നമ്മുടെ ശശിയുടെ പവർ വേറെ തന്നെയാണ്. ഇപ്പോൾ ലോഡിങ്ങുകാർ മുതൽ നമ്മുടെ കെട്ടുകാർ വരെ ഉള്ള ആൾക്കാരോട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് ശശിയാണ് പറഞ്ഞത്. ക്രെയിനും ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ വലത്ത് സൈഡിലുള്ള ഒരു കാട്ടുവഴിയിലൂടെയാണ് നമുക്കിനി പോകേണ്ടത്. ഇവിടെ അധികം പോകാനൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ആയി നമ്മുടെ വുഡൊക്കെ കിടക്കുന്ന സ്ഥലം. അപ്പോൾ ആരും അറിയാണ്ട് പോകണം. അതല്ലേ ഒരു മര്യാദ. മറ്റേ നമ്മുടെ മാരി സിനിമയിൽ പറഞ്ഞത്, നിനക്ക് ധൈര്യം ഉണ്ടെന്ന് വെച്ച് ഇഞ്ചക്ഷൻ നെഞ്ചത്തെടുക്കാൻ പറ്റുമോ? അതേ അവസ്ഥയാണ് ഗൈസ്. ഏതാ ഗൈസ്, അപ്പം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ
കള്ളത്തടിയുള്ള ലൊക്കേഷൻ. എടാ ഇതൊക്കെ ചന്ദനമാണോടെ? ശശിയണ്ണൻ കുറേ നേടുന്നുണ്ടല്ലോ. താണ്ട് ഇതോ മൊത്തം അണ്ണൻ്റെ പറമ്പാണെങ്കിൽ അണ്ണൻ കുറേ നേടുമല്ലോ. നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നാൽ മതിയായിരുന്നു. അപ്പം നമുക്ക് ക്രെയിനണ്ണനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് എവിടെ നിന്നങ്ങ് മെല്ലെ അങ്ങ് വിട്ടേക്കാം. അതാ നല്ലത്. ക്രെയിനണ്ണൻ അതൊന്ന് കയറ്റുന്ന വരെ നമുക്ക് ഇവിടുത്തെ ചന്ദനത്തടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അറിയണമല്ലോ. നമ്മുടെ സൺഡ്രയും ചന്ദനവും ഒക്കെ എന്തൊക്കെയുണ്ടെന്ന് ഉള്ളതെന്ന് അറിയണമല്ലോ. നമുക്ക് ഇത് എടുക്കുന്ന എന്തോ സംഭവം എന്ന് അറിയത്തില്ല. അണ്ണാ നിങ്ങൾ പണി തുടങ്ങിക്കോ, ഞാനൊന്ന് അപ്പം വരെ പോയേച്ചും വരാം. അപ്പോൾ നമ്മൾ ഗൈസ് അണ്ണനോട് ക്രെയിനണ്ണനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അണ്ണൻ കയറ്റിക്കോളും. ഇതൊക്കെ രക്തചന്ദനമൊക്കെ ശശിയണ്ണൻ പറഞ്ഞ് മൂടിയിട്ടേക്കുവാണ് കേട്ടോ. ഏതാണോ ബാക്കിയൊക്കെ സൺഡ്രയാന്ന് തോന്നുന്നു. ഏതാ പുഷ്പ ഇറങ്ങിയോണ്ട് ഇങ്ങനത്തെ കള്ളത്തടികൾ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാം ഗൈസ്. അതാണൊരു ഗുണം. അതുകൊണ്ട് ഇതൊക്കെ ചന്ദനമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിന്ന് കയറ്റാൻ വന്ന ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനമാണ്. പക്ഷെ മരത്തിൻ്റെ പുറത്ത് ഫുള്ള് നമ്മുടെ പുലിമുരുകൻ്റെ അകത്ത് മരത്തിന് പെയിൻ്റ് അടിച്ച് മണം അറിയാതിരിക്കാൻ എന്തൊക്കെയൊക്കെ തേച്ചിട്ട് ഇറക്കുന്നില്ലേ, അതേപോലെ നമ്മൾ കുറച്ച് സൂത്രപ്പണികളൊക്കെ ചെയ്തിട്ടാണ് ഇറക്കുക. ഒറ്റ നോട്ടത്തിൽ പോലീസുകാർക്ക് കണ്ടാൽ മനസ്സിലാവരുത്. അഥവാ പിടി വീണാലും പോലീസുകാർക്ക് മനസ്സിലാവരുത്. ഇപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ശശിയാണ് ഇത്ര അണ്ടർവേൾഡായി പോയെന്ന്. ഇതല്ലേ ഇടയ്ക്കൂടെയുള്ള ഇതല്ലേ പരിപാടി. അപ്പം നമ്മളിത് ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഓട്ടം കിട്ടിയത്. ഇതേപോലത്തെ എത്ര പേരുണ്ടോ ശശിയണ്ണൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം 10-15,000 രൂപയാണ് ശശിയണ്ണൻ ഇങ്ങനൊരു കള്ളത്തടി കയറ്റുന്ന ക്രെയിൻ ഡ്രൈവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഈ നാട്ടിലത്തെ നോർമൽ JCB ഡ്രൈവർമാർ അറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ തലതല്ലിച്ചാവും. ഇതൊന്നും അറിയണ്ട. എല്ലാവരും ഇത് നിർത്തി ചന്ദനം കിടത്താൻ പോകും ഗൈസ്. ഇപ്പോൾ നമ്മൾ അങ്ങ് ദൂരെ കാണുന്ന നമ്മുടെ വണ്ടിയില്ല, നക്ഷത്രം പോലെ കാണുന്നത്. അപ്പോൾ വുഡ് ലോഡൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്തോട്ട് പോയിട്ട് എന്തോ സംഭവം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേച്ചും വരാം. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അപ്പോൾ ഗൈസ് നമ്മുടെ വുഡ് ലോഡ് അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഫുള്ള് കയറൊക്കെ കെട്ടി ടൈറ്റാക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ ഇവർ പെയിൻ്റ് അടിച്ച് ഇതൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. മരത്തിൻ്റെ അകത്ത് ചന്ദനത്തിൻ്റെ കളറൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഇവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മരമൊക്കെ ഇവർ തേച്ച് ഇങ്ങനെ ആക്കി. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ എടുത്തിട്ട് പോയേക്കാം. ക്രെയിനെണ്ണ എന്നാൽ പിന്നെ ഓക്കെ, നമുക്ക് അടുത്ത ലോഡുമായിട്ട് വരാം. എങ്ങനെയെങ്കിലും ഈ ശശിയണ്ണനായിട്ട് കുറച്ചുകൂടെ ടൈപ്പ് ആക്കിയിട്ടേ 1-2 ലോഡ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒപ്പിക്കണം. നമുക്ക് ഇനി കുറച്ച് വണ്ടികളൊക്കെ എടുക്കാൻ ഫണ്ട് വേണ്ടേ. എന്താണ് ഈ ഒരു ഒറ്റ ലോഡും കൊണ്ട് പോയി കഴിഞ്ഞാൽ ശശിയണ്ണനൊരു 10-700 കോടിയുടെ മുതലെങ്കിലും ഉണ്ട്. ഇത് ഏതാണോ ശശിയണ്ണനൊരു 10-20 ഗ്യാരേജെങ്കിലും പുതുതായിട്ട് തുടങ്ങാം. ഒരു 2 എത്ര ഡിഫൻഡർ എടുക്കാം. സത്യം പറയാലോ, നിങ്ങൾ മാർക്കോ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എസ് എന്നോ മാർക്കോ എന്ന് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. മാർക്കോ സിനിമ കണ്ട് ഇതിനകത്തിന് ഞാൻ ഒരു മുടിഞ്ഞ വണ്ടിപ്രാന്തനാണ്. എനിക്ക് ഈ SUVകളോട് ഭയങ്കര പ്രാന്തമാണ്. അതും പോരാതെ ഈ മാർക്കോ സിനിമയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഡിഫൻഡറിനോട് ഭയങ്കര ഭയങ്കര ആരാധനയാണ്. ഒരു വല്ലാത്തൊരു ഇഷ്ടം. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിഫൻഡർ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പം നിങ്ങളെന്നെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ ഗ്യാരേജ് പെട്ടെന്ന് അടുത്തൊരു ഡിഫൻഡർ വരും. ഏതാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഒരൊറ്റ സപ്പോർട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, അപ്പം ഗൈസ് നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ വേഗം നമുക്ക് അടുത്ത രാജ്യം പിടിക്കണം ഗൈസ്. അപ്പോൾ ഇവിടെ ടോളിന്ന് നമ്മൾ ഈ തഴിയും കൊണ്ട് കയറിക്കഴിഞ്ഞാൽ അവിടുത്തെ എന്തായാലും ക്യാമറയിൽ പെടും. നേരെ കയറിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏതെങ്കിലും വണ്ടി വരുമ്പോൾ ബസ്സോ ലോറിയോ വരുമ്പോൾ അതിൻ്റെ ബേക്കിൽ വെച്ച് പിടിക്കുക. അതാകുമ്പോൾ അതിൻ്റെ മറവിൽ KSRTC പോകുന്നുണ്ട്, അതിൻ്റെ ബേക്കിൽ നമുക്ക് പിടിക്കാം. ജസ്റ്റ് അതിന് തള്ളിക്കൊണ്ട് പോയിട്ട് അങ്ങ് കയറ്റാം. അപ്പോൾ നമുക്ക് മെല്ലെ ആരും അറിയാതെ അങ്ങ് ഇടിച്ചോട്ട് പോകും. നമ്മുടെ ഹെഡ്ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുള്ള രക്ഷോട്ട് രക്ഷോട്ട് വേഗം ചവിട്ടി വിട്ടേക്ക്. ഇനി എവിടെ നിൽക്കുന്നില്ല, നമ്മൾ ചവിട്ടി വിടുവാണ്.
ഗൈസ് പിന്നെ നമ്മുടെ ഇങ്ങനത്തെ കോമഡി ഫൺ സീരീസൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയണ്ടേ. നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ചോയ്സ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ബലം, എൻ്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികേട് എണ്ണയും തീർന്നു പുല്ലി. എന്തായാലും ബാക്കപ്പ് നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ട് ഗൈസ്. ശശി എണ്ണെന്ന് പറയുന്നവരെ ഞാൻ കാണട്ടെ. എണ്ണ ഇല്ലാത്ത വണ്ടിക്കകത്ത് അങ്ങനെ കള്ളക്കടത്തിന് പറഞ്ഞു വിടുന്നേ കാണട്ടെ. രണ്ട് പറയണം. പക്ഷെ എന്തായാലും നമുക്ക് കിട്ടാനുള്ള ഒരുപാടൊക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ എത്തിയ ഉടനെ ഒന്നും പറയണ്ട. ഏതാ ഗൈസ്, നമ്മൾ ഈ ലോഡും കൊണ്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ശശിയണ്ണൻ അവിടെ ഗ്യാരേജിലുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ശശിയണ്ണനെ കാണാം ഗൈസ്. അപ്പോൾ ഇതിന് മുന്നേ ശശിയണ്ണനെ ഞാൻ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നതാണ്. അന്നേരം ശശിയണ്ണൻ രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ശശിയണ്ണൻ ഈ 3-4 ഗ്യാരേജ് വെച്ചിട്ട് ഈ വണ്ടിപ്പണികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇജ്ജാതി ലെവലായി. ശശിയണ്ണൻ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ശശിയണ്ണൻ ഇപ്പോൾ നിങ്ങൾ കണ്ടു തന്നെ അറിയാം. പണ്ട് നമ്മളൊരു ടാറ്റയുടെ ചേസസ് പണിയാൻ കൊണ്ടുവന്ന ശശിയണ്ണൻ്റെ ഗ്യാരേജിലേക്ക് പണിയാൻ കൊണ്ടുവന്നൊരു വീഡിയോയ്ക്കകത്താണ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ശശിയണ്ണൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ്. ശശിയണ്ണൻ ഇപ്പോൾ ഫേമസ് ആവുമല്ലോ. ഏതാണോ ശശിയണ്ണൻ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വരും. അത് കൊള്ളാൻ കളി. ആംബുലൻസ് അതെ. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ഇനി പോലീസാണോ എന്ന് ഭയം തെറ്റേണ്ട ചെല്ലോ. അപ്പോൾ നമുക്ക് എവിടെ നിൽക്കാൻ സമയമില്ല. വേഗം ഓട്ടയ്ക്ക് ഇത് പോയേക്കാം. ചവിട്ടി തട്ടി. നേരത്തെ ഇടത്തെ സൈഡിലത്തെ ഹെഡ്ലൈറ്റ് മാത്രമേ ജാമായുള്ളൂ. ഇപ്പോൾ വലത്തെ സൈഡിൽ ജാമായി കാണും. നമുക്ക് നോക്കാൻ സമയമില്ല. വേഗം തന്നെ ചവിട്ടി അങ്ങ് വിട്ടേക്കാം. ഗൈസ് ഇപ്പോൾ ഇതേ ചേട്ടൻ വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്തേക്കൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ സിറ്റിയിൽ എൻ്ററായി. അപ്പോൾ ഇവിടുന്ന് ഇനി അത്രേ ഉള്ളൂ നമ്മുടെ ശശിയണ്ണൻ്റെ ഗ്യാരേജിലേക്ക്. അപ്പോൾ കുറച്ച് സൂക്ഷിച്ച് പോകണം. രാത്രിയാണെങ്കിൽ നല്ല ട്രാഫിക്കുണ്ട്. എന്ത് ചെയ്യാനാണോ. പോലീസെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ വട്ടത്തിലും ചതുരത്തിലും റെക്റ്റാങ്കിളിലും ഒക്കെ നമ്മൾ ഓമ്പും ഗൈസ്. ഓമ്പി
ഏ ഏ ഏ ഏ ഓമ്പി അയ്യോ ഏതാ അങ്ങനത്തെ അവസ്ഥയാവും. അപ്പോൾ നമ്മൾ ഗ്യാരേജിൻ്റെ അടുത്തോട്ട് എത്താനായിട്ടുണ്ട്. അതിൻ്റെ അടയ്ക്കൽ മുടിഞ്ഞ ട്രാഫിക്കടാ 10-12 മണി കഴിഞ്ഞില്ലടാ. നിനക്കൊക്കെ വീട്ടിൽ പോയിട്ട് കിടന്നൂടെ? സോറി ഗൈസ് 12 ഏകദേശം ഇപ്പം നമ്മളൊരു 7 മണിയായപ്പോൾ പോയതാണ് ഇവിടുന്ന് കാലി വണ്ടിയായിട്ട്. ഇപ്പം ഏകദേശം 2-2:30 മണി ആയിട്ടുണ്ട് രാവിലെ AM. അപ്പോൾ ശശിയണ്ണൻ മംഗലാപുരത്തിൽ വണ്ടി നോക്കാൻ പോയതായിരുന്നു. പക്ഷെ എന്തുവാടാ ഇത്, അതിൻ്റെ ഇടയ്ക്ക് ട്രാഫിക് ബ്ലോക്ക്. ഇവിടെയൊക്കെ ക്യാമറയുണ്ട്, അതാണ് പ്രശ്നം. ഇതെങ്ങാനും എന്തെങ്കിലും ഒരു സീനായിക്കഴിഞ്ഞാൽ അതും തൊലയും. ചെറിയൊരു സീനുണ്ട്. നമുക്ക് വഴി ചെറുതായിട്ട് തെറ്റിയോന്ന് എനിക്ക് നല്ലൊരു ഡൗട്ടല്ലേ ഗൈസ്, വഴി തെറ്റി. അപ്പോൾ നമുക്കിവിടുന്ന് മെല്ലെ അതിൻ്റെ ഇടയ്ക്ക് അവന്മാർ ബേക്കിൽ കൂടെ കൊണ്ടാക്കി. എന്ത് ചെയ്യാനാണോ ഗൈസ്? സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആർക്കും വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, അതൊരു മെയിൻ ഫാക്റ്റാണ്. എല്ലാവരും ഞാൻ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കേണ്ടി വരും. ഏതല്ലേ. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ നമ്മൾ നൈസായിട്ട് റിവേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയേണ്ടതിന് പകരം നമ്മൾ നേരെ വിട്ടു. വഴി മാപ്പിൽ എൻ്റെ തെറ്റാണ്, ഞാൻ മാപ്പിൽ നോക്കാൻ വിട്ടുപോയി. അതാണ് വേഗം പോയേക്കാം. ഇല്ല പിന്നെ ഈ സൈഡ് പറ്റിച്ചേർന്ന് പോകും മരത്തിൻ്റെ ഷെയ്ഡിൽ കൂടെ ആരും കാണാത്ത രീതിയിൽ. അതാണ് നമുക്ക് സേഫ്. അപ്പം നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ശശിയണ്ണൻ വന്നിട്ടുണ്ടെങ്കിൽ അണ്ണനെയും കണ്ട് നമ്മുടെ റിവാർഡ് വാങ്ങിച്ചിട്ട് നമുക്കങ്ങ് മെല്ലെ വിട്ടേക്കാം. അതാണ് നല്ലത്. ഇവിടെ നിന്ന് നമ്മുടെ ശിങ്കിടി ഇപ്പം നമ്മുടെ ഫോർച്യൂണറായിട്ട് നമ്മൾ പിക്കാൻ വരും. അതായത് നേരെ ഇങ്ങനെ റിവാർഡ് എടുത്തിട്ട് ഇപ്പോൾ തരുവാണ്, അതെടുത്ത് ഈ വണ്ടി ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് പോവാം. അതല്ലേ നല്ലത്. ഏതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് പോലീസിൻ്റെ കണ്ണിലോ ക്യാമറയുടെ കണ്ണിലോ ഒന്നും പെടാതെ നമ്മൾ സക്സസ് ആയിട്ട് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശശിയണ്ണൻ ഇവിടെ എത്തിയിട്ടില്ല ഗൈസ്. നമ്മൾ പിന്നെ ഓമ്പി. ശശിയണ്ണൻ നമ്മൾ ഫോണിൽ ബന്ധപ്പെടുന്നതായിരിക്കും. ഇതേതാ വണ്ടി? നമ്മുടെ കണ്ടെയ്നർ ട്രക്കല്ലേ. ഈ വണ്ടി ഏതാ മോഡൽ എന്നറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശശിയണ്ണൻ അടുത്ത ഉടായ്പ വർക്കിനായിട്ട് ഇറക്കിയതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പണിയാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല, നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക. ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്ത് ഓളാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചങ്കിപ്പോൾ വരും, നമുക്ക് അതിനുമ്പോൾ ഒന്ന് സ്കൂട്ടായേക്കാം. പോലീസ് നമ്മളെ തപ്പി വരുന്നതിന് നമുക്ക് പോയേക്കാം. അപ്പോൾ ഇങ്ങനത്തെ കിടിലം ഫൺ വീഡിയോസായിട്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ AB Gaming 197 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാം ചെയ്യണം. മാക്സിമം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനങ്ങോട്ട് പോയേക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഇസ് AB Gaming സൈനിങ് ഓഫ്. ടാറ്റാ.